മിഴികളിൽ വിരിഞ്ഞ പ്രണയം. രചന ദീപേഷ് കിടഞ്ഞി. അവതരണം ഷാഹുൽ മലയിൽ. ആൻസി, ശരിക്കും എന്നെ ഇഷ്ടപ്പെട്ട് തന്നെയാണോ താൻ ഈ യുവാത്തിന് സമ്മതിച്ച്? ജെറിന്റെ അപ്രതീക്ഷിതമായ ദേഷ്യങ്ങളെന്ന ചോദ്യം കേട്ട് മറുതലക്കൽ നിന്ന് ആൻസി ഒന്ന് പരിങ്ങി. അതെന്താ ചെറിച്ചായ അങ്ങനെ ഒരു ചോദ്യം? അല്ല, നമ്മുടെ യുവാർപ്പിച്ച് ഏതാണ്ട് 4 മാസം കഴിഞ്ഞു. ഇതിനിടയിൽ ഞാൻ വിളിക്കുമ്പോഴേക്കും നിന്റെ ഭാഗം താല്പര്യമില്ലാത്ത മറ്റുള്ള സംസാരം അവഗണനയൊക്കെ കാണുമ്പോൾ എനിക്കെന്തോ. ഏയ്, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ വെറും തോന്നലുകളോ? നീ സത്യം പറ. ശരിക്കും നിന്റെ വീട്ടുകാരുടെ ഇഷ്ടങ്ങൾക്ക് സമ്മതത്തിന് വഴങ്ങിയല്ലേ താൻ ഈ യുവാത്തിന് സമ്മതിച്ച്? അത് ഞാൻ എങ്ങനെയാ? വാക്കുകൾ ആൻസിയുടെ തൊണ്ടയിൽ കുരുങ്ങിയതും. എന്താ, തനിക്ക് മറുപടി പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എങ്കിൽ പറ, തനിക്ക് ഇഷ്ടമില്ലാത്ത യുവായതുകൊണ്ടല്ലേ താൻ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നു, എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു? അല്ല, നിങ്ങളെനിക്ക് ഇഷ്ടമില്ലായിട്ടല്ല നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന അവഗണിക്കുന്നൊന്നും. പിന്നെ? ഏയ്, ഒന്നുമില്ല. എല്ലാത്തിനും എൻ്റെ മനസ്സൊന്ന് പൊരുത്തപ്പെട്ട് വരണ്ടേ? മനസ്സ് പൊരുത്തപ്പെടാനോ? എന്തൊക്കെയാ നീ പറയുന്നത്? ശരിക്കും എന്താ നിന്റെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നു. വെറുപ്പോ? നീ കാര്യം തെളിച്ചു പറ. അത് എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു. ഓ, ഇതാണ് ഇത്രയും വലിയ പ്രശ്നം. എടോ, കല്യാണത്തിന് മുമ്പ് പലർക്കും ഇഷ്ടങ്ങളും പ്രണയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ വിവാഹശേഷമാണെന്ന് ഹൃദയത്തിൽ കൊണ്ട് നടക്കരുതെന്ന് മാത്രം. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ ഇഷ്ടങ്ങളും പ്രണയങ്ങളൊക്കെ പിഴുതെറിയാൻ എന്നെ കൊണ്ട് പറ്റണില്ല. അതാ എൻ്റെ പ്രശ്നം. എടോ, താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഏയ്, ഒന്നുമില്ല. പിന്നെ സത്യമായിട്ടും എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടാണ്ടൊന്നല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞുപോയ കുറേ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ. എടോ, അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ, പിന്നെ എന്തിനാ താൻ ഇതൊക്കെ മനസ്സിൽ കൊണ്ടു കിടക്കുന്നത്? മനസ്സിൽ കൊണ്ടു കിടക്കുന്നതെന്നല്ല, പക്ഷേ എനിക്കതൊന്നും മറക്കാൻ പറ്റുന്നില്ല. ദേ ആൻസി, കാര്യം എന്താണെന്ന് വെച്ചാൽ നീ തുറന്നു പറ. മനസ്സിൽ വെച്ചുകൊണ്ട് അറിഞ്ഞിട്ടൊന്നൊരു കാര്യമില്ലടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പറയാം. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ആവശ്യപ്പെടും. അത് സാധിക്കുന്നവരെ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ? നീ ആദ്യം കാര്യം പറ. ഞാൻ കേട്ടതിന് ശേഷം എന്നെ കൂടെ സാധിക്കുന്ന കാര്യമാണെങ്കിൽ നമുക്ക് നോക്കാടോ. അവനത് പറഞ്ഞു. അവളൊരു മൂളലോടെ പറഞ്ഞു തുടങ്ങി. ഞാൻ BEdന് പഠിക്കുമ്പോഴായിരുന്നു ഒരു എഞ്ചിനീയറുടെ കീഴിൽ ഞങ്ങളുടെ വീട് പുതുക്കി പണിയാൻ തുടങ്ങിയത്. അങ്ങനെ വീട് പണിയുടെ അവസാന ഘട്ടമെത്തി. എൻ്റെ മുറിയാകെ പുസ്തകങ്ങളും സാധനങ്ങളും ഡയറിയൊക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നു. ഞാൻ ദേഷ്യത്തോടെ പുസ്തകങ്ങളൊക്കെ പൊടിതട്ടി അടുക്കി വെച്ചതിന് ശേഷം നിലത്തിടുന്ന ഡയറി എടുത്ത് മറിച്ചതും ആ ഡയറിയിൽ ആരോ വരച്ച ചിത്രത്തിലേക്ക് ഞാൻ അത്ഭുതത്തോടെ നോക്കി. കർത്താവ്, എൻ്റെ ചിത്രമാണല്ലോ ഇത്. ആരാണിത് വരച്ച്? അത് ഇത്ര മനോഹരമായിട്ട്? ഓ, ഷോക്കേസിൽ വെച്ച ഫോട്ടോ നോക്കി വരച്ചായിരിക്കും അല്ലേ എന്ന് മനസ്സിൽ പറഞ്ഞ് ഞാൻ അല്പസമയം ആ ഡയറിയിലേക്കും ഷോക്കേസിൽ വെച്ച എൻ്റെ ഫോട്ടോയിലേക്കും മാറി മാറി നോക്കി. പതിയെ ഡയറി മടക്കി മെത്തയിൽ വെച്ച് അമ്മച്ചിയെ തിരിഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. അമ്മച്ചി, എന്താ മോളെ? ഒന്നുമില്ല. ആരെൻ്റെ മുറി കയറി സാധനങ്ങളെ വാരി വിളിച്ചിട്ട്? എനിക്കറിയില്ല മോളെ, ഏതെങ്കിലും ജോലിക്കാരായിരിക്കും. ജോലിക്കാരോ? അതെ മോളെ, ഇവിടെ വീട് പണി നടക്കുന്നൊക്കെ നീ കാണുന്നില്ലേ? അതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ എൻ്റെ മുറി കയറി ആരാണോ ഈ തെമ്മാടിത്തരം കാണിച്ച്? തെമ്മാടിത്തരോ? അതെ, എൻ്റെ പുസ്തകമൊക്കെ വാരി വിളിച്ചിട്ടുണ്ട് പറഞ്ഞ എൻ്റെ കത്രീനാമച്ചി. അതും പറഞ്ഞ് അവൾ കത്രീനാമയുടെ കവിളിലോ മുത്തം നൽകി മൂളിപ്പാട്ടും പാടി അവളുടെ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തി അവൾ ഡോർ അടച്ച് ഡയറിയുമായി മെത്തയിൽ കിടന്ന് ആ ഡയറിയിൽ വരച്ച അവളുടെ മനോഹരമായ ചിത്രത്തിലേക്ക് നോക്കി. പതിയെ അവൾ ആ ഡയറി മാറോടടക്കി പിടിച്ച് കണ്ണുമടച്ച് കിടന്നു. അവളുടെ മനസ്സ് സ്വപ്നത്തേരിലിറങ്ങി പല വഴിക്ക് സഞ്ചരിച്ചു. പിറ്റേന്ന് ആൻസി കോളേജ് വിട്ടു വന്നു. അവൾ വേഗം അവളുടെ മുറിയിൽ കയറി വാതിലടച്ച് ഡയറി എടുത്ത് ആരോ വരച്ചിട്ട തന്റെ ചിത്രത്തിന്റെ പേജുകൾക്കായി ഡയറിയുടെ പേജുകൾ ഓരോന്നായി മറിച്ചത്. അവളുടെ കണ്ണുകൾ ആ ഡയറിയിൽ പുതുതായി വരച്ച മനോഹരമായി വിടർന്ന കരിമഷിയിട്ട കണ്ണുകളിലേക്കും അതിന് താഴെ എഴുതിയ വരികളിലും മുടക്കി. പ്രണയമാണ് പെണ്ണേ, എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ കരിമഷി എഴുതിയ വിടർന്ന നിന്റെ കണ്ണുകളോട് എനിക്ക് അടങ്ങാത്ത പ്രണയമാണ്. അതിൽ വരമ്പുകളില്ലാത്ത അടങ്ങാത്ത ഭ്രാന്തമായ പ്രണയം. ആ പ്രണയം ഞാൻ അറിഞ്ഞത് കണ്ടിട്ടും എന്നെ കാണാതെ നടിക്കുന്ന നിന്റെ മനോഹരമായ മിഴികളിലൂടെയായിരുന്നു. നിന്റെ മിഴികളിലെ തിളക്കം ആകാശത്ത് വിരിയുന്ന നക്ഷത്രങ്ങളിലോ പൂർണ്ണചന്ദ്രനിലോ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നതാണ് സത്യം. പുഞ്ചിരിക്കുമ്പോൾ നിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന നുണക്കുഴികളെക്കാൾ ആഴത്തിൽ എൻ്റെ ഹൃദയത്തിനകത്തളത്തിൽ പതിഞ്ഞത് കഥ പറയുന്ന നിന്റെ ആ വിടർന്ന മിഴികളാണ്. നീലാകാശത്ത് 7 വർണ്ണങ്ങളിൽ വിരിയുന്ന മഴവില്ലിനേക്കാളും മനോഹരമായിരുന്നു നിന്റെ ആ വിടർന്ന മിഴികൾക്ക്. ആ മിഴികളിലെ തീക്ഷ്ണതയാണോ എൻ്റെ ഉള്ളിലെ പ്രണയത്തെയും കലാബോധത്തെയും ചിന്തകളെയും ഇത്രത്തോളം ഭ്രാന്തനാക്കിയത്? നീ അറിയുന്നില്ലെങ്കിലും നീയും നിന്റെ മിഴികളും എൻ്റെ ഓർമ്മകളിൽ നിന്ന് മായാറില്ല. കരിമഷി എഴുതിയ നിന്റെ മിഴികളുടെ മനോഹാരിതയിൽ
എൻ്റെ ഹൃദയത്തിൽ കുറിച്ചിട്ട നീ എന്ന ഒറ്റവരി കവിതയോളം ഭംഗി ഞാൻ വായിച്ച ഒരു കവിതാ സമാഹാരത്തിൻ്റെ പുസ്തകത്താളിലൊന്നും എനിക്ക് ഇന്നേ വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നതാണ് സത്യം. സ്നേഹപൂർവ്വം കിച്ച. ആ വരികൾ വായിച്ചതും അവൾ വേഗം കണ്ണാടിക്കുമ്പിലായി നിന്ന് തൻ്റെ കണ്ണുകളിലേക്കും ഡയറിയിൽ വരച്ച മനോഹരമായ വിടർന്ന മിഴികളുടെ ചിത്രത്തിലേക്കും മാറി മാറി നോക്കി. കർത്താവേ, ശരിക്കും ഈ ചിത്രത്തിൽ വരച്ച തൻ്റെ മിഴികളാണല്ലോ. ഞാൻ പോലും അറിയാതെ തൻ്റെ മിഴികളെ പ്രണയിക്കുന്ന കിച്ച ആരായിരിക്കും? ഇവിടെ ജോലിക്ക് വന്ന ഏതെങ്കിലും തൊഴിലാളിയോ അതോ തൻ്റെ ബന്ധുക്കളാരെങ്കിലും ആയിരിക്കുമോ? അങ്ങനെയെങ്കിൽ അവരുടെ നിറവും സൗന്ദര്യവും സ്വഭാവ ഉദ്ദേശവും എന്തായിരിക്കും? അവളുടെ മനസ്സ് പലവിധ ചിന്തകളിലൂടെ കടന്നുപോയി. 2 ദിവസത്തിന് ശേഷം, അമ്മച്ചി വല്ലാണ്ട് വിശക്കുന്നു, ചോറും കറിയൊക്കെ റെഡിയായില്ലേ? എന്താ മോളെ ഇന്ന് നേരത്തെ? ഒന്നുമില്ല എൻ്റെ അമ്മച്ചി, ഇന്ന് കോളേജിലെ വിദ്യാർത്ഥി സംഘങ്ങൾ തമ്മിൽ ചേരി തിരിഞ്ഞ് പൊരിഞ്ഞ തള്ളി. അതോടുകൂടി കോളേജിൽ 2 ദിവസത്തെ അവധിയും പ്രഖ്യാപിച്ചു. എൻ്റെ കർത്താവേ, ഈ പിള്ളേരുടെ ഒരു കാര്യം. എന്താ അമ്മച്ചി? ഏയ് ഒന്നുമില്ല. ഇനി ഈ ആഴ്ച 2 ദിവസം കൂടി നിന്നെ ഞാൻ സഹിക്കണമെന്ന് പറയായിരുന്നു. എന്തേ? ഓ അങ്ങനെ. എങ്കിലും എൻ്റെ കത്രീനാമച്ചി ഇപ്പം തന്നെ എന്നെ സഹിച്ച് തുടങ്ങിക്കോ. അതും പറഞ്ഞ് അവൾ കത്രീനയെ കെട്ടിപ്പിടിച്ച് കവളിൽ മുത്തമിട്ട് തൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. മുറിയുടെ മുമ്പിലെത്തി അവൾ പതിയെ അകത്ത് കയറി ഡോറടച്ചതും അകത്ത് സ്റ്റഡി ടേബിളിന് മുമ്പിലെ കസേരയിലിരുന്ന് അവളുടെ ഡയറിയിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്ന ആളെ കണ്ട് അവളൊന്ന് ഞെട്ടി. ആ നിമിഷം അവളെ കണ്ട അയാൾ ഞെട്ടിലോട്ട് എഴുന്നേറ്റ് ഡയറി മടക്കി മേശയുടെ മുകളിൽ വെച്ചതും അവളെ ആൾക്കരികിലേക്ക് നടന്ന് ആ ഡയറി എടുത്ത് പേജുകൾ ഓരോന്നായി മറിച്ചു. ആ ഡയറിയുടെ പേജിൽ പുതുതായി വരച്ചു തുടങ്ങിയ കരിമഷി എഴുതിയ മിഴികളുടെ ചിത്രത്തിലേക്ക് തന്നെ അവൾ നോക്കി. എൻ്റെ കർത്താവേ, ഇവൻ വരച്ചു തുടങ്ങുന്ന ഈ ചിത്രത്തിലും തൻ്റെ മിഴികളാണല്ലോ. ഇങ്ങനെ എൻ്റെ മിഴികൾ വരക്കാൻ മാത്രം ഇവനും ഞാൻ തമ്മിൽ എന്ത് ബന്ധമുള്ളത് എന്ന് മനസ്സിൽ പറഞ്ഞ അവൾ ഡയറിയിൽ നിന്ന് കണ്ണെടുത്ത് അവനെയും നോക്കി. എടോ എന്താ ഇത്? കുട്ടി, ഞാൻ വെറുതെയോ? താൻ ഇവിടെ ചോദിക്കല്ലോ വന്ന്? അതെ, പക്ഷേ റെസ്റ്റ് ടൈം ആയതുകൊണ്ട്. അവളൊന്ന് നീട്ടി മൂളിയതും അവൻ അവിടെ വിടുന്ന കരിമഷി എഴുതിയ കണ്ണുകളിലേക്ക് നോക്കി. എന്താണോ ഇങ്ങനെ മീഴ്ച്ചു നോക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെയോ? വെറുതെ ആരെങ്കിലും ഇങ്ങനെ മീഴ്ച്ചു നോക്കുവോ? അല്ല, കുട്ടിയുടെ കണ്ണുകൾ കണ്ടപ്പോ ചുമ്മാ. ഓ, അത് തന്നെ ഈ നോട്ടത്തിലൂടെയും താമരിച്ച ചിത്രത്തിലൂടെയും എഴുത്തിലൂടെയും തന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായി. ഏയ് കുട്ടി, ഞാനത് വെറുതെ ഇരിക്കുമ്പോ വരച്ചു പോയതായിരിക്കും അല്ലേ? ന്യായീകരിക്കാതെ ഇറങ്ങിപ്പോടാൻ്റെ മുമ്പിൽ നിന്ന്. ആ നിമിഷം അവൻ ഒന്നും പറയാതെ മുറിക്ക് പുറത്തേക്ക് നടക്കാൻ തുനിഞ്ഞതും. പിന്നെ കണ്ണി കണ്ട ഡയറിയിലും പുസ്തകത്തിലും കുത്തിക്കുടിച്ചിടാനാണെങ്കിൽ നാളെ ജോലിക്കെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട കേട്ടോ. അവൾ അത് പറഞ്ഞതും അവൻ വേഗം മുറി വിട്ടിറങ്ങി. ആ നിമിഷം അവൾ വേഗം മുറിയുടെ വാതിലടച്ച് ഡയറി എടുത്ത് മെത്തയിലേക്ക് വീണ് അവൻ വരച്ച ചിത്രം മാറോട് അടക്കി പിടിച്ച് കിടന്നു. ചേട്ടന്മാരെ, നിങ്ങളുടെ കൂടെ വേറെ ആളല്ലേ? അയാളൊന്നും ജോലിക്ക് വന്നില്ലേ? ആരാ കുട്ടി? അത് ഈ ചിത്രം വരയ്ക്കാനൊക്കെ അറിയുന്ന ആള്. ആ, ആശാരിപ്പണിയും കൊത്തുപണിയൊക്കെ ചെയ്യുന്ന ആളാണോ? ആ അതന്നെ. എടാ, നമ്മുടെ സകലകലാവല്ലഭനായ ശില്പിയെ കൊണ്ടാ ഇവള് ചോദിക്കുന്നത്. ശില്പിയോ? അതെ, അവൻ വെറൊരു ആശാരിപ്പണിക്കാരൻ മാത്രമല്ല, ഈ ചുമരുകളിലും മരങ്ങളിലും ശിലകളിലൊക്കെ ചിത്രങ്ങളും രൂപങ്ങളും കൊത്തിയെടുക്കുന്ന ആളുകൂടിയാ. അതെയോ? അതെ, അവനിന്ന് ലീവാ. എന്തോ മൂഡ് ഓഫ് ആയതുകൊണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞ് അവൻ റൂമിൽ തന്നെ കുത്തിരിപ്പാണ് കുട്ടി. റൂമിലോ? ആ റൂമിൽ. അവൻ പാലക്കാട്ടുകാരനാ. അവനിവിടെ ഞങ്ങളിപ്പം ജോലിക്ക് വന്നാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല, ഇന്ന് അയാളെ കാണാത്തോണ്ട് ഞാൻ വെറുതെ ചോദിച്ചാ. അതും പറഞ്ഞ് ആൻസി മുറിയിലേക്ക് നടന്ന് ഡോറടച്ച് കട്ടിൽ കണ്ണും പൂട്ടി കിടന്നു. എൻ്റെ കർത്താവേ, ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണോ അവനിന്ന് ജോലിക്ക് വരാത്ത? ഏയ് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. ശരിക്കും അവനൊരു കലാകാരനാണല്ലേ? കലാകാരനായതുകൊണ്ടല്ലേ അവൻ എൻ്റെ കണ്ണുകൾ വരച്ചത്? ആ കണ്ണുകളുടെ ചിത്രത്തിന് താഴെയുള്ള പ്രണയാർദ്രമായ വരികൾ. അപ്പോൾ ശരിക്കും അവൻ എന്നോട് പ്രണയമാണല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ പോലും അറിയാതെ അവൻ പലവട്ടം എന്നെ പിന്തുടർന്നിട്ടുണ്ടായിരിക്കില്ലേ? ശരിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹാശീസ്സുകൾ ഏറ്റുവാങ്ങിയവരല്ലേ കലാകാരന്മാരും ശില്പികളുമൊക്കെ? അങ്ങനെയുള്ളവരുടെ ഹൃദയം എപ്പോഴും കളങ്കമില്ലാത്ത സ്നേഹം കൊണ്ട് സമ്പന്നമായിരിക്കില്ലേ? അവളുടെ മനസ്സ് ആർത്തിരുമ്പുന്ന തിരമാല പോലെ പലവിധ ചിന്തകളും ചോദ്യങ്ങളും കൊണ്ട് അലയടിച്ചുകൊണ്ടേയിരുന്നു. 2-3 ദിവസത്തിന് ശേഷം കിച്ച വീണ്ടും അവിടെ ജോലിക്ക് വന്നതും അവൾ ഓരോ കാരണം പറഞ്ഞ് അവനോട് സംസാരിക്കാനും അടുക്കാനും ശ്രമിച്ചു. അവനതൊന്നും മൈൻഡ് ചെയ്യാതെ അവളിൽ നിന്ന് അകന്നു മാറി നടക്കാൻ ശ്രമിക്കുമ്പോഴും അവൻ പോലും അറിയാതെ അവൻ്റെ കണ്ണുകൾ അവളുടെ വിടർന്ന കരിമഷി എഴുതിയ മിഴികളെ തെരഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീഴുമ്പോൾ ആൻസിയുടെ ചിന്തകളും മനസ്സും അവനിലേക്ക് മാത്രമായി ഒതുങ്ങിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കിച്ച ആൻസിയുടെ വീടിന്റെ മുകളിലത്തെ മുറിയിൽ ചുമരിൽ മനോഹരമായ ഡിസൈൻ വരയ്ക്കുകയായിരുന്നു. കിച്ച, താൻ എന്താ വിളിച്ച്? ഒന്നുകൂടെ വിളിച്ച്. കിച്ച, നിങ്ങൾ എന്തിനാ എൻ്റെ മിഴികളെ ഇങ്ങനെ പ്രണയിക്കുന്നത്? അവൻ അവിടെ വിടർന്ന മിഴികളിലേക്ക് നോക്കി. എടോ, താനിങ്ങനെ എന്നെ മിഴിച്ച് നോക്കിയെന്ന് വേണ്ട. എനിക്കറിയാം തനിക്കെന്നോട് മുടിഞ്ഞ പ്രണയാണെന്ന്. അതുകൊണ്ടല്ലേ താൻ എൻ്റെ കണ്ണുകളും ഫോട്ടോസുകളൊക്കെ വരയ്ക്കുന്നത്. സത്യം പറയാലോ, തിരിച്ച് എനിക്കിപ്പോൾ നിങ്ങളോട് പ്രണയമാണ്. അസ്ഥിക്ക് പിടിച്ച പ്രണയം.
അവളുടെ സംസാരം കേട്ട് എന്തു പറയണമെന്നറിയാതെ അവൻ നിശ്ചലനായി നിന്നു. എടോ, താനെന്തിനെ അന്തം വിട്ട് നിൽക്കുന്നത്? ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ? അവനൊന്നും പറയാതെ അവൾ അടിമുടി നോക്കി. എന്താ കേച്ച താൻ ഒന്നും പറയാതെ ഇങ്ങനെ നോക്കുന്നത്? ശരിക്കും താൻ എന്നെ പ്രണയിക്കുന്നില്ലേ? അതോ വെറൊരു നേരമ്പോക്കിന് വേണ്ടിയാണോ എന്റെ ഡയറിയിൽ കുറിച്ചിട്ടും വരച്ചതൊക്കെ? കുട്ടി, ഞാനത് പറയടൂ. തനിക്കെന്നെ ഒരുപാട് ഇഷ്ടമല്ലേ? അതുകൊണ്ടല്ലേ താൻ എൻ്റെ മിഴികൾ ഡയറിയിൽ വരച്ചതും അതിന് താഴെ പ്രണയാർദ്രമായ വരികൾ എഴുതിയതും? അല്ല. അവനത് പറഞ്ഞതും അവളുടെ മിഴികളിൽ കോപം നിറഞ്ഞു. അവളൊരു ഭ്രാന്തിയെപ്പോലെ അവന്റെ കോളറിൽ കുത്തിപ്പിടിച്ചലറി. പിന്നെ താൻ എന്തിനാണോ ഡയറിയിൽ എന്റെ കണ്ണുകൾ വരയ്ക്കുകയും അതിന് താഴെ പ്രണയാർദ്രമായ വരികൾ എഴുതി എന്റെ മനസ്സിൽ പ്രണയത്തിന്റെ തൂവൽ സ്പർശമായി എന്നെ മോഹിപ്പിച്ചു? അവനൊന്നും മിണ്ടാതെ അവളുടെ കോപം നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിയതും അവൾ അവന്റെ കോളിൽ നിന്ന് പിടിവിട്ട് അവന്റെ മുന്നിൽ കൈകൂപ്പി. സത്യം പറയിച്ച, നിങ്ങൾ എന്നെ പറ്റിക്കുകയല്ലേ? നിങ്ങൾക്ക് എന്നോട് തോന്നിയ പ്രണയത്തിന്റെ സാക്ഷ്യങ്ങളല്ലേ എന്റെ ഡയറിയിൽ കുറിച്ചിട്ടും വരച്ചിട്ടും ഒക്കെ? ഞാനല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ ആരുടേതാ അത്? അതെന്റെ ശ്രീയുടേതാ. കിതപ്പോടെ അവനത് പറഞ്ഞതും അവന്റെ മിഴികൾ നിറഞ്ഞു. ശ്രീയോ? അതെ, എനിക്ക് കിച്ച എന്ന ഓമന പേര് സമ്മാനിച്ച എന്റെ ശ്രീറാണി. ഞാൻ പ്രാണനെ പോലെ പ്രണയിച്ചവൾ. സ്നേഹം കൊണ്ട് എന്റെ ഹൃദയത്തിൽ മഴവില്ല് പോലെ 7 അഴക് തീർത്തവൾ. അവളുടെ ഹൃദയമിടിപ്പിന്റെ ഓരോ നിമിഷത്തിലും ഞാനുമൊത്തുള്ള ജീവിതം സ്വപ്നം കണ്ട് നടന്നവൾ. എന്തിന്? ഞാനൊന്ന് പിണങ്ങിയാൽ എന്റെ വിളിക്കായി ഉണ്ണാതുറങ്ങാതെ കാത്തിരുന്നവൾ. അവളുടെ വിടർന്ന കരിമഷി എഴുതിയ കണ്ണുകൾക്ക് വല്ലാത്തൊരു ചന്തമായിരുന്നു. മുഖസൗന്ദര്യത്തേക്കാൾ അവളുടെ വിടർന്ന കണ്ണുകളാ പറിച്ചു മാറ്റാൻ പറ്റാത്ത വിധം എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞത്. അതുകൊണ്ടാ മറക്കാൻ പറ്റാത്ത ആ കണ്ണുകളെ ഞാൻ. ഓ, അങ്ങനെയാണോ? നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ ആ കണ്ണുകളെ നിങ്ങൾ ഇത്രമാത്രം പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവളും തിരിച്ച് എത്രമാത്രം നിങ്ങളെ പ്രണയിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ശരിക്കും അവൾ ആരാണ്? നിങ്ങളുടെ നാട്ടുകാരിയാണോ? അല്ല, കണ്ണൂർക്കാരിയാ. കണ്ണൂരോ? നിങ്ങൾ പാലക്കാട്ടുകാരനല്ലേ? പിന്നെ എങ്ങനെയാ നിങ്ങൾ തമ്മിൽ? അത് അവിടെ ഗ്രാമത്തിൽ ഞാൻ കുറച്ചു കാലം ജോലിക്കുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അവളെ കാണുന്നത് ആ ഗ്രാമത്തിലെ പച്ച വിരിച്ച വയലിന് നടുവിൽ അമ്പലനടയിൽ വെച്ചായിരുന്നു. ആ നിമിഷം പരിസരം മറന്ന് ഞാൻ അവളുടെ വിടർന്ന കരിമഷി എഴുതിയ മിഴികളിലേക്ക് നോക്കിയതും അന്ന് അവൾ ഒന്നും പറയാതെ എനിക്കൊരു പുഞ്ചിരി സമ്മാനിച്ച് അവിടെ നടന്നകന്നു. പിറ്റേന്ന് ഞാൻ എൻ്റെ റൂമിൻ്റെ വരാന്തയിൽ നിന്ന് തഴുകിയെത്തുന്ന കാറ്റിനൊപ്പം പെയ്തിറങ്ങുന്ന ചാറ്റൽ മഴയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മിഴികൾ തൊട്ടപ്പുറത്തെ വീടിൻ്റെ ഉമ്മറത്തിന്ന് പുസ്തകം വായിക്കുന്ന അവളിലേക്ക് ഉടക്കിയത്. അന്ന് കുറേ സമയം എൻ്റെ മിഴികൾ മഴച്ചാരലുകൾക്കിടയിലൂടെ അവളിലേക്ക് മാത്രമായി ഒതുങ്ങി. എൻ്റെ താമസം അവളുടെ വീടിൻ്റെ എതിർവശത്തെ കടയുടെ മുകളിലായതുകൊണ്ട് തന്നെ അവളുടെ കുടുംബമായിട്ട് ഞാൻ വേഗം പരിചയത്തിലായി. പൊടുന്നനെ ആ പരിചയം വളർന്ന് ഞാനും അവൾ അടുത്ത സുഹൃത്തുക്കളാവുകയും പതിയെ ഇഷ്ടത്തിലാവുകയും ചെയ്തു. ഞങ്ങളിൽ ഇഷ്ടം ആരാണ് ആദ്യം തുറന്നു പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. കാരണം കാണുമ്പോഴൊക്കെ കണ്ണുകൾ കൊണ്ടും ആംഗ്യഭാഷ കൊണ്ടും ഞങ്ങൾ പരസ്പരം ഇഷ്ടം പ്രകടിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മതിമറന്ന് പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷത്തിലും ഒരുമിച്ചുള്ള ജീവിതത്തെപ്പറ്റി പ്രണയവർണ്ണങ്ങളാൽ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഞങ്ങൾ തമ്മിൽ. എന്നും ഞാൻ ജോലിക്കിറങ്ങുന്നതിന് മുമ്പ് എത്ര ദൂരത്തു നിന്നാണെങ്കിലും ആരും കാണാതെ പുഞ്ചിരിയോടെ എന്നെ നോക്കി ടാറ്റ പറഞ്ഞിട്ടേ അവൾ എന്നെ യാത്ര അയക്കാറുള്ളൂ. അതുപോലെ ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയങ്ങളിൽ എൻ്റെ വരവും കാത്ത് അവൾ വഴിക്കണ്ണുമായി എന്നും അവളുടെ വീടിൻ്റെ ഉമ്മറത്തെ തൂണും ചാരി നിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജോലി കഴിഞ്ഞ് അല്പം വൈകി ഞാൻ സന്ധ്യയ്ക്ക് എൻ്റെ റൂമിനടുത്തെത്തിയതും അവളുടെ വീടിൻ്റെ മുമ്പിൽ ഒരു ആൾക്കൂട്ടം കണ്ടു. അവളുടെ അച്ഛനൊരു ഹൃദ്രോഗിയായിരുന്നു. ഈശ്വര, അവളുടെ അച്ഛൻ എന്തെങ്കിലും. ഞാൻ കാര്യം അന്വേഷിക്കാൻ വെപ്രാളത്തോടെ അവളുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. അവളുടെ വീടെത്തിയതും വീടിൻ്റെ ഹാൾ ലക്ഷ്യമാക്കി ഞാൻ നടന്നു. വീടിൻ്റെ ഹാളിൽ കത്തിച്ചു വെച്ച നിലവിളക്കിനും ചന്ദനത്തിരിക്കും സമീപം നിലത്ത് പായിൽ വെള്ളം പുതപ്പിച്ച് കിടത്തി എൻ്റെ സ്ത്രീയെ കണ്ടതും എൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതാണ് പൊട്ടിയൊഴുകി. ആ നിമിഷം ഞാൻ അവളിലേക്ക് തന്നെ നോക്കിയതും അവളുടെ കൂമ്പി അടയാത്ത ഉണ്ടക്കണ്ണുകൾ എന്നെ നോക്കുന്നതായും എന്തൊക്കെയോ അവൾക്ക് എന്നോട് പറയാനുള്ളത് പോലെ എനിക്ക് തോന്നിയതും അലറിക്കരയാൻ വെമ്പിയ ഞാൻ വിറയാർന്ന കാലുകളാൽ എൻ്റെ റൂം ലക്ഷ്യമാക്കി നടക്കാൻ തുനിഞ്ഞതും അലമുറയിട്ട് കരയുന്ന അവളുടെ അമ്മയുടെ കരച്ചിലിനൊപ്പം ആരൊക്കെ അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു. തുണി അലക്കാൻ പോയതായിരുന്നു. കാല് വഴുതി കുത്തിയൊലിക്കുന്ന പുഴയിലേക്കാ വീണത്. രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. കരക്കെത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു. ഞാൻ റൂമിലെത്തിയതും എന്തിനാണ് എന്നെ തനിച്ചാക്കി പോയതെന്ന് പറഞ്ഞ് ഞാൻ ചുമരിയെ തലയടിച്ച് അലറിക്കരഞ്ഞു. അന്നു മുതൽ ഒരാഴ്ചയോളം ജലപാനം പോലും കഴിക്കാതെ റൂമിൽ കരഞ്ഞ് തളർന്നു കിടന്ന എന്നെ അവിടുത്തെ നാട്ടുകാരിടപെട്ട് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചയച്ചു. അങ്ങനെ സ്ത്രീയില്ലാത്ത നാട്ടിൽ നിന്ന് അവൾ തന്ന മറക്കാനാവാത്ത ഓർമ്മകളുമായി ഞാൻ യാത്ര തുടർന്നു. എങ്ങോട്ടുന്നില്ലാത്ത യാത്ര. അവൻ അത്രയും പറഞ്ഞു നിർത്തിയതും അവൻ ആൻസിയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ വരച്ചത്
നിന്റെ മിഴികളല്ല, എൻ്റെ സ്ത്രീയുടെ മിഴികളാണ്. ശരിക്കും അവിടെ വിടുന്ന കരിമഷിയിട്ട കണ്ണുകൾ പോലെയാണ് നിന്റെ മിഴികൾ. അതാണ് ഞാൻ വരച്ച ആ മിഴികളുടെ ചിത്രം നിൻ്റേതാണെന്ന് നിനക്ക് തോന്നിയത്. സോറി കിച്ച, ഞാനിതൊന്നും അറിയാതെ വെറുതെ നിങ്ങളെ. ഏയ്, അതൊന്നും സാരമില്ല. പിന്നെ നിന്റെ ഫോട്ടോസ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൻ്റെ സ്ത്രീയിലൂടെ സഞ്ചരിച്ചു എന്നാണ് സത്യം. ശരിക്കും നിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ, പ്രത്യേകിച്ച് നിന്റെ ആ കരിമഷി എഴുതിയ മിഴികൾ കണ്ടപ്പോൾ, എൻ്റെ സ്ത്രീ എൻ്റെ മുമ്പിൽ പുനർജനിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടായിരിക്കാം എൻ്റെ മനസ്സും കണ്ണുകളും നിന്നെയും നിന്റെ മിഴികളെയും തിരഞ്ഞത്. കിച്ച, സാരില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയല്ല, തെറ്റെൻ്റേതാ. ഒരിക്കലും വരയിലൂടെയും എഴുത്തിലൂടെയും നിന്നെ മോഹിപ്പിക്കരുതായിരുന്നു. ഒന്നും അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടിയൊന്നും മനസ്സിൽ കൊണ്ടിടക്കരുത്. എനിക്കെൻ്റെ സ്ത്രീയുടെ ഓർമ്മകൾ ജീവിക്കാനാ ഇഷ്ടം. കത്രീനാമ്മയുടെ വിളി കേട്ടതും ദേ അമ്മച്ചി വരുന്നു എന്ന് പറഞ്ഞ അവൾ വേഗം ചുരിദാറിന്റെ ഷോൾ കൊണ്ട് മുഖം തുടച്ച് അവനെ നോക്കി താഴേക്ക് ഓടി. അന്ന് രാത്രി ആൻസി പട്ടുമത്തയിൽ ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുകയായിരുന്നു. ആ നിമിഷം അവളുടെ മനസ്സ് നിറയെ കിച്ചയും അവൻ പറഞ്ഞ കഥയുമായിരുന്നു. എന്തോ അതൊക്കെ ഓർത്തപ്പോൾ അവളുടെ മിഴികൾ അവളറിയാതെ പെയ്തിറങ്ങിയതും അവൾ കണ്ണുകൾ ഇറുകെ അടച്ച് കുറച്ചു സമയം ഒരേ കിടപ്പ് കിടന്നു. പതിയെ അവൾ നിദ്രയെ പുൽകി. ഒരാഴ്ചയ്ക്ക് ശേഷം കിച്ച ആൻസിയുടെ ബെഡ്റൂമിന്റെ ഫിനിഷിംഗ് വർക്ക് ചെയ്യുന്നതിനിടയിൽ കിച്ച അവൻ മേലെ തിരിഞ്ഞു നോക്കി. എന്താ ആൻസി? ഇന്ന് കിച്ച വർക്ക് പൂർത്തിയായി പോവുകയാണല്ലേ? ആ, എന്തേ? ഒന്നുമില്ല. അന്ന് നിങ്ങൾ പറഞ്ഞ സത്യമാണോ? എന്ത്? എൻ്റെ മിഴികളിലേക്ക് നോക്കുമ്പോൾ കിച്ചയുടെ സ്ത്രീ പുനർജനിച്ച പോലെ തോന്നുന്നു എന്ന് പറഞ്ഞ് അവൻ നനവാർന്ന അവിടെ വിടർന്ന കരിമഷി എഴുതിയ മിഴികളിലേക്ക് നോക്കിയതും അവൻ്റെ മിഴികളും നിറഞ്ഞു. അത് എനിക്ക് പറ, നിങ്ങൾ പറഞ്ഞ ശരിയാണോ? ശരിയാണ്. എന്തേ? ഏയ്, ഒന്നുമില്ല. നിങ്ങളുടെ സ്ത്രീക്ക് പകരമാവാൻ എനിക്ക് പറ്റില്ലെന്നറിയാം. പക്ഷേ അവളെ സ്നേഹിച്ചതിൻ്റെ ഒരു അംശമെങ്കിലും നിങ്ങൾക്ക് എന്നെ സ്നേഹിച്ചൂടെ? ആൻസി, പറ കിച്ച. എൻ്റെ കണ്ണുകളിലൂടെ സ്ത്രീയുടെ മിഴികളെയും അവളെയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവളുടെ ഓർമ്മകൾ ജീവിക്കുന്ന നിങ്ങൾക്ക് എന്നെ സ്നേഹിച്ചുകൂടെ? നിങ്ങളുടെ സ്ത്രീയാണെന്ന് കരുതി. നിങ്ങളുടെ എഴുത്തിലൂടെയും വരയിലൂടെയും ഞാൻ അറിയാതെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു പോയി. അതിനപ്പുറത്തേക്ക് എന്നിലൂടെ നിങ്ങളുടെ സ്ത്രീയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ വേണ്ട, എല്ലാം എൻ്റെ പൊട്ടത്തിലാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. ഒരു വിതമ്പലോട് അവളത് പറഞ്ഞതും അവൻ അവളുടെ നിറഞ്ഞൊഴുകുന്ന മിഴികളിലേക്ക് നോക്കി. ആ നിമിഷം അവളുടെ മിഴികളിലൂടെ അവൻ സ്ത്രീയുടെ മിഴികൾ കണ്ടതും ജനാലയിലൂടെ അവരെ തഴുകി ഒരു തണുത്ത കാറ്റ് മുറിയിലേക്ക് ഇരച്ചു കയറി. ആ കാറ്റിനൊപ്പം പണ്ട് സ്ത്രീയുടെ കാർക്കൂന്തലിൽ നിന്ന് ഒഴുകിയെത്തുന്ന കാച്ചിയ എണ്ണയുടെ ഗന്ധം പോലെ ആൻസിയുടെ കാർക്കൂന്തലിൽ നിന്നും അവൻ്റെ നാസിക തുമ്പിലേക്ക് ഇരച്ചു കയറിയതും അവൻ ആൻസിയെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്ത് പുലമ്പി. സ്ത്രീയുടെ മിഴികൾ പോലെയുള്ള നിന്നെ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല പെണ്ണേ. സ്നേഹിക്കാതിരിക്കാൻ എൻ്റെ മനസ്സിനും. നിന്നെ കണ്ട നിമിഷം മുതൽ ഞാൻ നിന്നെ പ്രണയിക്കുകയല്ല, എന്നിൽ നീ ജീവിക്കുകയായിരുന്നു എൻ്റെ സ്ത്രീയായി. ഐ ലവ് യു ആൻസി, ഐ ലവ് യു സോ മച്ച്. അവിടെ തുടങ്ങിയായിരുന്നു ആൻസിയുടെയും കിച്ചയുടെയും അനശ്വര പ്രണയം. അങ്ങനെ 2 വർഷത്തോളം ആർക്കും ഒരു പിടിയും കൊടുക്കാതെ ആൻസിയും കിച്ചയും പ്രണയിച്ച് നടക്കുകയായിരുന്നു. ഇതിനിടയിൽ ഒരു ദിവസം, മോളെ ആൻസി, നിനക്ക് കിച്ച എന്ന പയ്യനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തേ അമ്മച്ചി? എന്തൊക്കെയോ നിന്റെ ഏട്ടൻ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്നും നിങ്ങൾ ഒരുമിച്ച് എവിടേക്കോ വെച്ച് ആർക്കോ കണ്ടിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ രാത്രി അങ്ങാടിയിൽ വെച്ച് നിന്റെ ഏട്ടൻ്റെ കൂട്ടുകാരും കിച്ചയും തമ്മിൽ വാക്കുതർക്കവും ഒന്നും തള്ളലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവളൊരു മരവിപ്പോടെ അത് കേട്ടു നിന്നും കത്രീന അവളെ പിടിച്ച് കുലുക്കി. പറ മോളെ, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ? അത് അമ്മച്ചി. പറ മോളെ, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ എന്ന്? അതെ അമ്മച്ചി, ഞാൻ കിച്ചയെ ഇഷ്ടത്തില്ല. എല്ലാം തുടങ്ങിയ ഞാനാ. അവൻ പാവ, അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അമ്മച്ചി. മോളെ, നീ ഇത് എന്തറിഞ്ഞിട്ടാ? അതും അന്യമതത്തിൽപ്പെട്ട പയ്യനുമായിട്ട്. നിനക്കറിയുന്നല്ലേ, നിന്റെ ഏട്ടനെയും കൂട്ടുകാരെയും കൊല്ലുമെന്ന് പറഞ്ഞാൽ അവർ കൊല്ലും. പോരായിട്ട് നിന്റെ ഏട്ടൻ്റെ അടുത്ത കൂട്ടുകാരൻ സജി കഴിഞ്ഞ ആഴ്ചയാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. എന്തിനാ മോളെ നമ്മൾ കാരണം മറ്റൊരാളുടെ ജീവൻ അപകടത്തിലാക്കുന്നത്? അമ്മച്ചി, അവർക്ക് എന്തെങ്കിലും. അതാ മോളെ ഞാൻ പറഞ്ഞത്. മോൾ അവനെ മറന്നേക്ക്. അതാ അവൻ്റെ ആയുസിനും നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സിനും നല്ലത്. പക്ഷേ എനിക്ക് അവനെ മറക്കാൻ പറ്റില്ല അമ്മച്ചി. ഞാൻ എന്താ വേണ്ടെന്ന് ആലോചിക്കട്ടെ. അതും പറഞ്ഞ് അവൾ അവളുടെ മുറിയിലേക്ക് നടന്നു. പിറ്റേന്ന് ആൻസി കോളേജിലേക്ക് പോകാൻ ബസ് കാത്തിരിക്കുകയായിരുന്നു. ആൻസി, ഇന്നലെ അങ്ങാടിയിൽ വെച്ച് നിന്റെ ഏട്ടനും കൂട്ടായിട്ട് ചെറിയ ഒന്നും തള്ളുണ്ടായിരുന്നു. ഈ നാട്ടിൽ ഇനി എന്നെ കണ്ട കുത്തിയരിഞ്ഞ പാടത്തിലൊന്നാണ് അവരുടെ ഭീഷണി. പോരാതിന് അവരെനിക്ക് ജോലി എന്നിരുന്ന എഞ്ചിനീയറിംഗ് ഭീഷണിപ്പെടുത്തി. അതോടുകൂടി എൻ്റെ ജോലിയും പോയി കിട്ടി. അവൻ പറഞ്ഞിരുന്നും അവൾ മിണ്ടാതെ നിന്നു. ആൻസി, നാളെ രാത്രി ഞാൻ നാട്ടിലേക്ക് പോവാ. നിനക്ക് കൂടിയുള്ള ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. നാളെ രാത്രി എല്ലാവരും ഇറങ്ങിയാൽ നിന്നെ കൂട്ടായി നിന്റെ വീട്ടിൽ വരും. നീ റെഡിയായി നിൽക്കണം. എൻ്റെ നാട്ടിലെത്തിയ പിന്നെ ആരെയും നമുക്ക് പേടിക്കണ്ട.
നമ്മൾ ആഗ്രഹിച്ച പോലെ സുഖമായിട്ട് നമുക്ക് ജീവിക്കാം. അപ്പോൾ ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഞാൻ പോട്ടെ. നാളെ രാത്രി കാണാം. അതും പറഞ്ഞ് അവൻ നടന്നകുന്നതും അവളൊരു മരവിപ്പോടെ ബസ് വരുന്നതും കാത്ത് അവിടെ നിന്നു. പിറ്റേന്ന് രാത്രി ആൻസിയുടെ മുറിയുടെ ജനാലയിൽ ആരോ കൊട്ടുന്ന ശബ്ദം കേട്ടതും അവൾ പേടിയോടെ ഞെട്ടിയുണർന്നു. ആരാ? ആൻസി, ഞാനാ കിച്ച. നീ ഒന്ന് ജനൽ തുറക്ക്. അവൾ പതിയെ ജനാല തുറന്നു. നിലാവ് വിളിച്ചത് അവൾ കിച്ചയുടെ മുഖം കണ്ടു. ആൻസി, നീ ഇതുവരെ റെഡിയായില്ലേ? എത്ര നേരം ഞാൻ പുറത്ത് കാത്തു നിൽക്കുന്നു. കിച്ച എന്തിനെപ്പം ഇങ്ങോട്ട് വന്ന്? പോയിക്കോ, ഏട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല. ആരെങ്കിലും നിന്നെ കണ്ട? ഞാനിങ്ങനെ പോവാനാ, നീ ഇല്ലാതെ. അതും പറഞ്ഞ അവൻ ജനാലയുടെ കമ്പിൽ പിടിച്ച് അവളുടെ കൈ മുറുകെ പിടിച്ചതും അവൾ ബലമായി കൈ പുറകോട്ട് വലിക്കാൻ ശ്രമിച്ചു. കിച്ച വീട്ട്, ഏട്ടനെങ്ങാനും വന്നാൽ അതോടുകൂടി എല്ലാം തീർന്നു. എന്റെ കൺമുമ്പിൽ വെച്ച് നീ ഇല്ലാതാവുന്ന എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോ. ഞാൻ പോണല്ലേ? ഞാൻ പോകുന്നുണ്ടെങ്കിൽ നിന്നെയും കൊണ്ടേ പോവും. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നിൽ എൻ്റെ സ്ത്രീക്ക് പകരമാവാൻ നിന്നെ കൊണ്ടേ പറ്റൂ. അതും പറഞ്ഞ് അവൻ അവളുടെ കൈകളിൽ ചുണ്ടുകൾ അമർത്തിയതും പിന്നിൽ നിന്ന് ആരോ അവൻ്റെ പുറത്ത് ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചു. അടിയുടെ ആഘാതത്തിൽ വേദന കൊണ്ട് പൊളഞ്ഞവൻ ഉറക്കെ അലറിക്കരഞ്ഞു. അടുത്ത നിമിഷം ആ വീടിന്റെ ലൈറ്റുകൾ ഓരോന്നായി തെളിഞ്ഞു. താലിക്കൊല്ലടാ ആ കഴിവരുടെ മോനെ! ആൻസിയുടെ ചേട്ടൻ ജോണിന്റെ ശബ്ദം അവിടെ ആകെ ഇടിമുഴക്കം പോലെ മുഴങ്ങിയതും ജോണിന്റെ കൂട്ടുകാർ കലിയടങ്ങാതെ സൈക്കിൾ ചേനി ഇരുമ്പ് പൈപ്പ് കൊണ്ടും കിച്ചയെ പൊതിരെ തള്ളി. അടികൊണ്ട് തളർന്നവൻ നിലത്തേക്ക് ഊർന്നു വീണതും ജോൺ കത്രീനക്കൊപ്പം പുറത്തിറങ്ങി ആൻസിക്ക് നേരെ തിരിഞ്ഞു. നീ പറഞ്ഞിട്ടാണോടി ഇവൻ ഈ പാതിരാത്രിക്കൂടെ വന്ന്? ഇച്ചായ, അവൾ പേടിയോടെ കത്രീനക്കരികൾ ചേർന്ന് നിന്നു. പറയടി, ഈ ആശാരി ചെക്കനായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല എന്നർത്ഥത്തിൽ അവൾ തലചലിപ്പിച്ചതും ചോരവാർ നിലത്ത് വീണ് കിടന്ന കിച്ച പിടഞ്ഞെഴുന്നേറ്റ് ആൻസിക്ക് മുമ്പിൽ നിന്നു. ആൻസി, നീ എന്തിനെങ്ങനെ പേടിക്കുന്നത്? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറ, നമ്മൾ പ്രണയത്തിലായിരുന്നു, നിന്നെ കൊണ്ടുപോകാൻ ഞാൻ വന്നതെന്നു. അവളൊന്നും പറയാതെ പകച്ചു നിന്നു. ആൻസി, ജീവിതത്തിലെ എല്ലാ സുഖദുഃഖങ്ങളിലും മരണം വരെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരുമിച്ച് കൂടെ ഉണ്ടാവെന്ന് പറഞ്ഞിട്ടും നീ എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നത്? നിനക്ക് പേടിയാണോ? നീ ആരെയാണ് ഇങ്ങനെ പേടിക്കുന്നത്? വാ. അതും പറഞ്ഞ് അവനവളുടെ കൈ പിടിക്കാൻ തുനിഞ്ഞതും അവൾ പുറകോട്ട് മാറാൻ ശ്രമിച്ചു. ആ നിമിഷം അവൻ അവൾക്ക് മുമ്പിൽ കൈകൂപ്പി. എന്നോടുള്ള നിന്റെ പ്രണയം അത് കളവായിരുന്നു. നീ ഇത്രയും നാൾ പ്രണയം നടിച്ച് എന്നെ ചതിക്കുകയായിരുന്നു. അതും എൻ്റെ സ്ത്രീക്ക് പകരെന്ന് പറഞ്ഞിട്ട് നീ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നിനക്ക് എന്നോട് പിറങ്ങി വരാം. അവൾ എന്ത് ചെയ്യുമെന്നറിയാതെ ചുറ്റും നോക്കിയതും അല്പം മാറി നിൽക്കുന്ന ജോണിന്റെ സുഹൃത്തായ സജിയുടെ കയ്യിലെ വടിവാളുകൾ ലൈറ്റിന്റെ വെളിച്ചത്തിൽ തിളങ്ങുന്ന കണ്ടതും അവൾ കിച്ചയെ നോക്കി. പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, വെറുപ്പാ നിങ്ങളോട്. ആൻസി, നീ പോലെ നിങ്ങളോട് പറഞ്ഞ് അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ട് പറയേണ്ടി വരും. പൊയ്ക്കോളാൻ, അതിനെ കൊണ്ട് ചെയ്യിക്കരുത്. അതും പറഞ്ഞ് അവൾ മുഖം പൊത്തിക്കറിഞ്ഞ് അകത്തേക്ക് ഓടിയതും. ഇവനെ തള്ളിക്കുന്ന ഏതെങ്കിലും കൊക്കിലേക്ക് തള്ളിയേക്ക് എന്ന് ജോൺ പറഞ്ഞു. സജിയും കൂട്ടി അവൻ അവിടുന്ന് വലിച്ചഴിച്ച് എവിടേക്കോ കൊണ്ടുപോയി. അവളൊരു നെടുവീർപ്പോടെ അത്രയും പറഞ്ഞ് നിർത്തിയത് പതറിയ ശബ്ദത്തിൽ ജനൻ ചോദിച്ചു. പിന്നെ കിച്ചക്ക് എന്ത് സംഭവിച്ചു? അറിയില്ല. പിന്നീട് അവനെ ഞാൻ അന്നേവരെ കണ്ടിട്ടില്ല. അവനെവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും എനിക്കറിയില്ല. അവനെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ അവനെ ചതിച്ചതാണെന്ന്. ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ അന്ന് പറഞ്ഞ് ശരിക്കും അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അവനെ ഞാൻ ചതിച്ചതല്ല. സത്യമായിട്ട് അവൻ്റെ ഓർമ്മകളില്ലാതെ ഇന്നേ അവരെൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല. ആൻസി, നീ ഇപ്പോഴും അവനെ? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ ഓർമ്മകളിലൂടെ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു നിമിഷം പോലും കടന്നു പോയിട്ടില്ലെന്ന്. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു വാക്ക് തരണം. വാക്കോ? അതെ, കിച്ച എനിക്ക് മറക്കണം. അവനെ മറക്കാൻ ഈ നിമിഷം മുതൽ ഞാൻ ശ്രമിക്കാം. പക്ഷെ നമ്മുടെ വിവാഹം കഴിഞ്ഞ് എന്നെ നിങ്ങൾ സ്വന്തമാക്കിയാൽ പോലും അവൻ്റെ ഓർമ്മകൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പടയിറങ്ങിയാൽ മാത്രമേ നിങ്ങളെ ഞാൻ എൻ്റെ ഭർത്താവായിട്ട് അംഗീകരിക്കൂ. അതിനുശേഷമേ നിങ്ങൾ എൻ്റെ ശരീരത്തിൽ സ്പർശിക്കാവൂ. ആൻസി, ജിർച്ചായ, നിങ്ങളെനിക്കൊരു വാക്ക് തരുമോ? നിങ്ങളെന്നെ കരുതലോടെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ പതിയെ പതിയെ എൻ്റെ മനസ്സിൽ നിന്ന് അവൻ്റെ ഓർമ്മകൾ പടിയിറങ്ങും. അതുവരെയെങ്കിലും എനിക്ക് ആരെയും ചതിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. സന്തോഷമായി. നിങ്ങളെന്നെ ഇതുപോലെ കൂടെ നിന്ന് കരുതലോടെ സ്നേഹിച്ചു തുടങ്ങിയ പെട്ടെന്ന് തന്നെ ഞാൻ മാറി തുടങ്ങില്ലേ? തീർച്ചയായിട്ടും മാറും. അങ്ങനെ നിന്നെ മാറ്റിയെടുക്കാൻ എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ ശ്രമങ്ങളും സപ്പോർട്ടും ഉണ്ടാവും. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എന്താ? ഏയ്, ഒന്നുമില്ല. ഓ, ഒന്നിലും ഞാൻ ഫോൺ കട്ട് ചെയ്യാം കേട്ടോ. ഏയ്, കട്ടിയല്ലേ? എന്നാ പറ, എന്താ സർപ്രൈസ്? അത് ഒന്നുമില്ലടോ, നാളെ ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. നാളെയോ? അതെ, മറ്റന്നാൾ എൻ്റെ കോളേജ് ഗ്രൂപ്പിൻ്റെ ഗെറ്റ് ടുഗദറാ. അതിന് പിറ്റേന്ന് ഞാൻ കാർ ഓട്ടി നിൻ്റെ വീടിൻ്റെ അടുത്ത് വരാം. നമുക്ക് പുറത്തേക്ക് പോയിട്ട് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം. കറങ്ങാനോ? അതെ, നിനക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി നല്ല ഫുഡൊക്കെ കഴിച്ച് പാർക്കിലൊക്കെ ഇരുന്ന് നമുക്ക് കുറച്ച് റീൽസൊക്കെ ചെയ്യണം. എന്താ, നീ വരില്ലേ? വരാം.
അപ്പോൾ ആയിക്കോട്ടെ, ശരി എന്നാ, ഗുഡ് നൈറ്റ്. ബാക്കിയൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം മോളെ. ഗുഡ് നൈറ്റ്. 2 ദിവസത്തിന് ശേഷം നാട്ടിലെത്തിയ ചെറിയൻ ആൻസിയോടൊപ്പം കടൽക്കാറ്റുമേറ്റ് പാർക്കിലെ ബെഞ്ചിലിരിക്കുകയായിരുന്നു. അല്ല ചെറിച്ചായ, ഇത്രയും ദൂരത്ത് എൻ്റെ പെണ്ണ് കാണാൻ വരാൻ നിങ്ങൾക്ക് എൻ്റെ അഡ്രസ്സ് എങ്ങനെ കിട്ടി? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? ഒന്നുമില്ല, ഒരുവിധം ബ്രോക്കർമാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല, അതുകൊണ്ട് കല്യാണാലോചനയായിട്ട് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ടൊരു കാര്യമില്ലെന്ന്. ഓ അങ്ങനെ. എന്നാലും എൻ്റെ അഡ്രസ്സ് ഏത് ബ്രോക്കറാണ് നിങ്ങൾക്ക് തന്ന്? ബ്രോക്കർ എന്നുള്ള മോളെ, ഒരു സർക്കസിലെ കോമാളി വന്നാ. സർക്കസ് കോമാളിയോ? അതാരാ? എൻ്റെ കൂട്ടുകാരനാ. പണ്ട് കോളേജിൽ ഞങ്ങൾ കട്ട ചങ്ങാതിമാരായിരുന്നു. ഇപ്പോൾ കോളേജ് വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ഞങ്ങൾ വീണ്ടും അടുത്തു. എന്നാൽ ഈ കോമാളിക്ക് എങ്ങനെ എൻ്റെ കുടുംബത്തെ അറിയാം? അവൻ നിന്റെ ഏട്ടൻ്റെ അടുത്ത കൂട്ടുകാരാണെന്നാ പറഞ്ഞത്. ഓ, ഇപ്പോൾ മനസ്സിലായി. പണ്ട് നാട്ടിൽ വന്ന സൈക്കിൾ യജ്ഞക്കാരുമായിട്ട് ഏട്ടന് നല്ല കൂട്ടായിരുന്നു. അതിലുള്ള കോമാളിയായിരിക്കും. അതൊക്കെ പോട്ടെ, നമ്മുടെ അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിനിമക്ക് പോയാലോ? ഏയ് അല്ലേ, വേണ്ട. കോർപ്പറേഷൻ ഗ്രൗണ്ടിൽ സർക്കസ് ഉണ്ട്. അതാവുമ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരനെയും കാണാമല്ലോ. ആയിക്കോട്ടെ. അവർ അല്പസമയത്തിന് ശേഷം പാർക്കിൽ നിന്നിറങ്ങി റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് സർക്കസ് കാണാൻ പുറപ്പെട്ടു. അവർ സർക്കസൊക്കെ ആസ്വദിച്ച് കണ്ടിറങ്ങിയതും ജെറിൻ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്ത് വെച്ചു. ആ ഷാരോണേ, ഞാൻ നിന്റെ സർക്കസ് കൂടാരത്തിൻ്റെ പുറകുവശത്തുണ്ട്, ഒന്ന് പുറത്തോട്ട് ഇറങ്ങി വേണം തേണ്ടി. അതും പറഞ്ഞ് ജെറിൻ ഫോൺ കട്ടാക്കി പോക്കറ്റിലിട്ടു. അല്പസമയത്തിന് ശേഷം, എടാ ഷാരോണേ, കോമാളി വേഷത്തിൽ നിന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. പ്രത്യേകിച്ച് മുഖത്തൊക്കെ ഇങ്ങനെ ചായം തേച്ച് പിടിപ്പിച്ചുകൊണ്ട്. ഈ വേഷത്തിൽ നിന്റെ ഫോട്ടോ എടുത്ത് നമ്മുടെ കോളേജ് വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യട്ടെ. ആരെങ്കിലും നിന്നെ തിരിച്ചറിയണമെന്ന് നമുക്ക് നോക്കാമല്ലോ. നീ എന്ത് തേങ്ങാ പിണ്ണാക്ക് വേണമെങ്കിലും ചെയ്യ്, അതൊന്നും ഒരു പ്രശ്നമില്ലടാ. പിന്നെ നമ്മുടെ ഗെറ്റ് ടുഗദർ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നടാ, എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. നീ എന്താടാ വരാതിരുന്ന്? വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വന്ന ഇവിടെ കോമാളി വേഷം കേട്ട ആരുമില്ലടാ. പിന്നെന്തൊക്കെയാടാ? എന്തടാ അങ്ങനെ പോകുന്നു, സുഖം. അവർ രണ്ടുപേരും വർഷങ്ങൾക്ക് ശേഷമുള്ള നേരിട്ടുള്ള കണ്ടുമുട്ടലായതിനാൽ പഴയ കാര്യവും തമാശയൊക്കെ പറഞ്ഞ് സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ ആൻസി സർക്കസ് ടെന്റിന്റെ അപ്പുറത്തും ധൃതിയിൽ നടന്ന് ജെറിന്റെ അടുത്തേക്ക് നിന്നു. നീ ചെറിച്ചാ, അവിടെയാ സർക്കസിലെ ആനയും ഒട്ടകമൊക്കെ ഉള്ളത്. ഓ, നീ ഇത്രയും നേരം അതിന്റെ സൗന്ദര്യം നോക്കിയിരിക്കുകയായിരുന്നോ? പിന്നില്ലാണ്ട്. അതും പറഞ്ഞവൾ ജെറിൻ അഭിമുഖമായി മുഖത്ത് ചായം പുരട്ടി തലയിൽ തൊപ്പിയും വെച്ച് കോമാളി വേഷത്തിൽ നിൽക്കുന്ന ആള് നോക്കി. ആൻസി, ഇതാണ് ഷാരോൺ. ഇവനാണ് നിന്നെ പെണ്ണ് കാണാൻ അഡ്രസ്സ് തന്ന്. ഓ, അപ്പൊ എൻ്റെ ഏട്ടൻ്റെ അടുത്ത കൂട്ടുകാരനാണല്ലേ? അതേ എന്നർത്ഥത്തിൽ അയാൾ തലചലിപ്പിച്ചു. അല്ല, നിങ്ങൾ ഏട്ടൻ എങ്ങനെയാ ബന്ധം? അവളുടെ ചോദ്യത്തിന് അയാൾ ഒന്നും പറയാതെ നിന്നു. എടാ ഷാരോണെ, ഇവൾ ചോദിച്ചിട്ടില്ലേ നീ ഇവിടെ ഏട്ടൻ തമ്മിൽ എന്താ ബന്ധമെന്ന്? ഷാരോൺ മൗനം തുടർന്നു. ജെറിൻ അവനെ തോളത്ത് കയറ്റി ചേർത്ത് പിടിച്ചു. എന്താടാ, ഇവിടെ ഏട്ടൻ നീ ഏട്ടനെങ്കിലും പ്രശ്നമുണ്ടോ? ഷാരോൺ ഒന്നും പറയാതെ ജെറിനിൽ നിന്ന് അടർന്നു മാറി നടക്കാൻ തുനിഞ്ഞു. എന്താണ് നിന്റെ പ്രശ്നം? എനിക്കെന്താ പറ്റിയേ? നീ അത് പറഞ്ഞിട്ട് പോയാൽ മതി. വിടാന്നെ! അയാളൊരു അലർച്ചയോടെ ജെറിനെ തള്ളി മാറ്റി മുന്നോട്ട് നടക്കാൻ തുനിഞ്ഞതും എവിടെയോ കേട്ട് പരിചിതമായ ശബ്ദം ആൻസിയുടെ കാതുകളിൽ പ്രകമ്പനം പോലെ അലയടിച്ചതും അവൾ നടന്നകലുന്ന അയാൾ അടിമുടി നോക്കി. അയാളുടെ ചെവിക്ക് പുറകിലെ കമ്മൽ കണ്ടതും അവൾ ഉറക്കെ അലറി. ആ നിമിഷം അയാളുടെ കാലുകൾ നിശ്ചലമായതും അവൾ ഓടി അയാളുടെ മുമ്പിൽ ചെന്നു. കിച്ചയുടെ ജീവരക്ഷ ചെയ്യാൻ വേണ്ടിയാ അത് ഞാൻ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. കിച്ച, നീ ഒന്ന് എന്നെ മനസ്സിലാക്ക്. ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. എന്ത് മനസ്സിലാക്കാൻ? എന്ത് കേൾക്കാൻ? അന്ന് നിന്റെ ഏട്ടനും കൂട്ടി എന്നെ പേപ്പട്ടിയെ തള്ളിയതുപോലെ തള്ളി ചതച്ചപ്പോ എൻ്റെ മുഖത്ത് നോക്കി നീ എന്നെ തള്ളി പറഞ്ഞോ? അത് അന്ന് ഞാൻ നിന്നെ തള്ളി പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ അവർ നിന്നെ വെട്ടി നുറുക്കി കൊന്നേനെ. അത് പേടിച്ചിട്ടാ ഞാൻ, അല്ലാതെ എനിക്ക് നിന്നെ ഇഷ്ടമില്ലായിട്ടല്ലടാ. ഓ ആയിക്കോട്ടെ. അപ്പൊ നീ പണ്ട് പറഞ്ഞോ മരിക്കുന്നുണ്ടെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിലും ഒരുമിച്ചെന്ന്? എന്നിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഞാൻ നിന്നെ വിളിച്ചപ്പോ എന്തുകൊണ്ടാ ഞാൻ ഇറങ്ങി വരാന്ന്? ഓഹോ, അപ്പൊ അതാണ് കുറ്റം. കിച്ചൻ, ഞാനൊരു പെണ്ണാ, വേറൊരു പെണ്ണ്. എൻ്റെ അവസ്ഥ കൂടി നീ ഒന്ന് മനസ്സിലാക്ക്. അന്നൊരു ഭാഗത്ത് നിന്നെ ഇല്ലായ്മയാൻ നടക്കുന്ന ഏട്ടനും കൂട്ടിനും, മറുഭാഗത്ത് കുടുംബത്തിന്റെ അഭിമാനം നഷ്ടപ്പെട്ട ഒരു മുഴക്കാരിൽ ജീവിതം അവസാനിപ്പിക്കുന്ന കരഞ്ഞു കളങ്ങിയ കണ്ണുകളായിട്ട് പറയുന്ന അമ്മച്ചി. ഇതിനിടയിൽ ഞാൻ എന്ത് ചെയ്യണം, നീ പറ. അവളുടെ ചോദ്യത്തിന് എന്ത് പറയണമെന്നറിയാതെ അവൻ നിശ്ചലനായി നിന്നു. കിച്ച, ഇത്രയും വർഷം ഞാൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് അറിയോ നിനക്ക്? നിന്റെ ഓർമ്മകളും പേറി നീയുമൊത്തുള്ള ജീവിതം സ്വപ്നം കണ്ട് പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു നിന്റെ വരവും കാത്ത്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരുപാട് പരിമിതികളുള്ള പെണ്ണാണെന്ന്. എനിക്ക് നിന്നെ കണ്ടെത്താൻ ഒരുപാട് പരിമിതിയുണ്ട്. പക്ഷെ നിനക്ക് അങ്ങനെയല്ലല്ലോ. എല്ലാം ശാന്തമായതിന് ശേഷമെങ്കിലും ഒരു വട്ടെങ്കിലും നിനക്കെന്നെ തേടി വരായിരുന്നില്ലേ? ഒരുമിച്ച് ജീവിക്കാൻ കൂടെ വരുന്നോ എന്ന് ചോദിച്ച്. ഒരുപക്ഷെ നീ അങ്ങനെ വന്നിരുന്നെങ്കിലെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അവളത് പറഞ്ഞു അവൻ്റെ തല താഴ്ന്നു. ആ നിമിഷം ജെറിൻ അവന് നേരെ തിരിഞ്ഞു. എടാ, അപ്പൊ നീ പ്രണയിച്ച പെണ്ണിനെയാണോ നീ എനിക്ക് കല്യാണം കഴിക്കാൻ കാണിച്ചെന്ന്? ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നടാ, പറ. ഷാരോൺ പതിയെ തലയുയർത്തി ജെറിനെ നോക്കി. എടാ, അവൾ നല്ലൊരു കുട്ടിയാ, നിനക്ക് എന്തുകൊണ്ടും ചേരും. ഞാനൊരിക്കലും അവൾക്ക് ചേർന്ന ഒരാളല്ല.
അവളുടെ കുടുംബം ആഗ്രഹിക്കുന്നത് നിന്നെപ്പോലുള്ള പ്രശസ്തി നല്ല ജോലിയുള്ള ഒരാളെയാണ്. ഞാനാര്? സ്ഥിരമായിട്ടൊരു ജോലി പോലും ഇല്ലാതെ പലവിധ വേഷങ്ങൾ കിട്ടിയാടുന്ന വെറുമൊരു കോമാളി. എടാ, അതൊക്കെ നിന്റെ വെറും തോന്നലുകളാ. നീയാണ് ഇവൾക്ക് ചേർന്ന് ചെറുക്കൻ. ഇവൾ നിന്നെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ. ഓ, അപ്പോൾ അവൾ നീയായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചോ? അതവളുടെ സാഹചര്യം കൊണ്ട് സമ്മതിച്ച. അവളുടെ മനസ്സിൽ ഇപ്പോഴും നിന്നോടാണ് പ്രണയം, നിന്നോട് മാത്രം. അത് നീയാണ് തീരുമാനിക്കുന്നത്, ഞാനല്ല, അവള്. എടാ, ഒരു പെണ്ണ് വർഷങ്ങളോളം ഒരാളെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അവളുടെ പ്രണയം അങ്ങേയറ്റം തീവ്രമായിരിക്കും. കാരണം ഭംഗിയേക്കാൾ അവളെ കരുതലോടെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഉറപ്പുള്ള ആളോട് മാത്രമേ അവളുടെ മനസ്സിൽ പ്രണയം ജനിക്കൂ. ആ പ്രണയം അവളുടെ ഹൃദയത്തിൽ തീവ്രമായി കഴിഞ്ഞാൽ അടർത്തി മാറ്റാൻ ചിലപ്പോൾ അവൾക്കൊരു ജന്മം തന്നെ മതിയായെന്ന് വരില്ല. അത്രയ്ക്ക് അവളുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രണയം ആഴത്തിൽ പടർന്നിറങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ അവളുടെ ആ ഹൃദയം നിലച്ചാൽ മാത്രമേ ആ പ്രണയത്തിനൊരു മരണമുണ്ടാവൂ. ജെറിന്റെ വാക്കുകൾ ഷാരോണിന്റെ ഹൃദയത്തിൽ അസ്ത്രം പോലെ തറച്ചതും എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ അവിടുന്ന് മുന്നോട്ട് നടക്കാൻ തുനിഞ്ഞതും ആൻസി അവന്റെ മുമ്പിൽ കയറി നിന്നു. എങ്ങോട്ടാണ് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. അതിന്റെ കണ്ണിൽ നോക്കി പറയണം, സത്യസന്ധമായിട്ട് പറയണം. എന്താ? കിച്ച, ഞാൻ പറഞ്ഞില്ലേ, കിച്ചയെ ഞാൻ ചതിച്ചതോ വഞ്ചിച്ചതോ അല്ലാന്ന്. പക്ഷെ കിച്ചയ്ക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പറ. അവൻ അവിടെ നിറഞ്ഞൊഴുകുന്ന മിഴികളിലേക്ക് നോക്കി. ആ നിമിഷം അവന്റെ മനസ്സിൽ ശ്രീയുടെ വിടുന്ന കണ്ണുകൾ പെയ്തിറങ്ങുന്ന പോലെ അവന് തോന്നിയതും അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിൽ ഒതുക്കി. ഇല്ല മോളെ, ഒരിക്കലും എൻ്റെ മനസ്സിൽ നീ ചതിച്ചതായിട്ടോ വഞ്ചിച്ചതായിട്ടോ എന്നിവരെ എനിക്ക് തോന്നിയിട്ടില്ല. പകരം നിന്റെ വീട്ടുകാർ ആഗ്രഹിച്ച പോലെ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നേ എന്നും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പക്ഷേ കിച്ചയുടെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ തുരുമ്പെടുക്കാത്ത കാലത്തോളം എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുന്ന കിച്ചയ്ക്ക് തോന്നുന്നുണ്ടോ? പറ. ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചു തന്നെ. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ വിവാഹം നടന്നു കാണുമെന്ന രോഗിയായിട്ടുള്ള അമ്മയുടെ ആഗ്രഹത്തിന് കണ്ണിന് മുമ്പിൽ തോറ്റുപോയതുകൊണ്ട് മാത്രമാണ്. അല്ല, നിന്നെ മറന്നുകൊണ്ടല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കിച്ചയുടെ മനസ്സിൽ ഇപ്പോഴും ശ്രീയുടെ കണ്ണുകളോടും എന്നുള്ള പ്രണയവും മരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ? അതും പറഞ്ഞ് അവളവൻ്റെ നെഞ്ചിൽ വീണ് മുഖം പൊഴുത്തി പൊട്ടിക്കരഞ്ഞതും അവനവളെ വാരിപ്പുണർന്ന് നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പുലമ്പി. നിന്നോടുള്ള എൻ്റെ പ്രണയം അവസാനിക്കണമെങ്കിൽ എൻ്റെ ഹൃദയമിടിപ്പ് അവസാനിക്കണം പെണ്ണേ. ഇനി എൻ്റെ ശ്വാസം നിലക്കുന്നവരെ എൻ്റെ ഹൃദയമിടിപ്പായി എന്നും നീ എൻ്റെ കൂടെ ഉണ്ടാവും. ഹൃദയത്തെ മരണം കവർന്നെടുക്കുന്നതുവരെ. അവന്റെ മിഴികളിൽ നിന്ന് പെയ്തിറങ്ങിയ കണ്ണുനീർത്തുള്ളികൾ അവളുടെ നെറ്റിത്തടത്തിലൂടെ അരുവി പോലെ ഒഴുകി അവളുടെ വിടർന്ന കരിമഷി എഴുതിയ കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മിഴിനീർ കണങ്ങളെ ചുംബിച്ചത്. ആ നിമിഷം അതിന് സമാനമെന്നോണം ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ അവരിലൂടെ പെയ്തിറങ്ങി പ്രണയമഴയായി ഭൂമിയെ ചുംബിച്ചതും അത് കണ്ട് ചുറ്റും കൂടിയവരെ സാക്ഷി നിർത്തി ജെറിൻ ആരംഗം ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് ഹൃദയത്തിൽ അനശ്വര പ്രണയകാവ്യം തീർത്ത് സാഹചര്യം കൊണ്ട് വേർപിരിഞ്ഞ പ്രണയിതാക്കൾ വർഷങ്ങൾക്കിപ്പുറത്തെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അവരുടെ അനശ്വര പ്രണയത്തെ പ്രകൃതി പോലെ ആനന്ദക്കണ്ണീർ പൊഴിച്ച് അനുഗ്രഹിച്ച നിമിഷം എന്ന ക്യാപ്ഷനോടെ നിമിഷ നേരം കൊണ്ട് ആ പോസ്റ്റിന് താഴെ ലൈക്കും കമന്റും ഷെയറുകളും അനുഗ്രഹങ്ങളും ആശംസകളും നിറയുന്നതിനോടൊപ്പം ഷാരോണിന്റെ ഹൃദയമിടിപ്പിന്റെ താളം ആൻസിയുടെ ഹൃദയമിടിപ്പിൽ അലിഞ്ഞു ചേർന്ന് അവർ വീണ്ടും പ്രണയിക്കുകയായിരുന്നു. പെയ്തിറങ്ങുന്ന പ്രണയമഴയിലും പ്രാണനിൽ അലിഞ്ഞു ചേർന്ന് അടർത്തി മാറ്റാൻ പറ്റാത്ത വിധം.